ഒന്നും പറയാറായിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വി വിൽ ലെറ്റ് യു നോ. നിങ്ങൾ അറിയിക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ജനങ്ങളെ പാനിക്കാക്കുക. നോ മോർ കമന്റ്സ്. ബർത്ത്ഡേ കില്ലറിന്റെ രണ്ടാമത്തെ ഇരയെന്ന് സംശയിക്കുന്ന സജിമോന്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. മൃതദേഹം അങ്ങനെ കില്ലറിനൊരു പേരുമായി, ബർത്ത്ഡേ കില്ലർ. ആ ബർത്ത്ഡേ കാർഡിലുള്ള വാചകങ്ങൾ എനി ഐഡിയ അബൌട്ട് ഇറ്റ്? അതാണ് അന്വേഷിക്കുന്നത് സർ. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സാറ് ശ്രദ്ധിച്ചു കാണും, എല്ലാ വാചകങ്ങളും അവസാനിക്കുന്നതൊരു അർദ്ധവിരാമത്തിലാണ്. കോമയിൽ ദർ ഇസ് നോ ഫുൾ സ്റ്റോപ്പ്. അതിനർത്ഥം ഇനിയും കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. ക്വാളിറ്റി ഒട്ടും കുറയരുത് കേട്ടോ. കഴിഞ്ഞ തവണത്തെ ലോഡിൽ വെണ്ടർ ഒരു പണി തന്നപ്പോ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറി. അത്തരത്തിൽ യാതൊരു കുഴപ്പം എന്റെ ഭാഗത്തുണ്ടാവില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ ചേട്ടാ വലുത്. പിന്നെ കറക്റ്റാ. മാനേജർ സാറേ, ഞാൻ കോയമ്പത്തൂർ പോവുകയാണ്. ഇവിടെ കാശിന് എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വേറെ ഒന്നുമില്ല സാറേ. നേരം വിളിച്ചേക്കാം. സോറി സാറേ. എന്താ പറ്റിയത്? അത് റെസ്റ്റോറന്റ് വെച്ചോ തലകറങ്ങി വീണാ ഡോക്ടർ. ഇയാൾക്ക് ഇതിനു മുന്നേ എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് അറിയോ? കാര്യമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളതായിട്ടൊന്നും ഇതുവരെ അറിയില്ല സാർ. നാശം പിടിക്കാനായിട്ട് ഇത് ഇതുവരെ ശരിയാക്കിയില്ലേ? ഒരു മിനിറ്റ്. കഴിഞ്ഞ ഒരാഴ്ച ഈ വയറിംഗ് പ്രശ്നം എത്രയും പെട്ടെന്ന് പറഞ്ഞ് വേഗം റെഡിയാക്കി തരണം. സാറിനോട് ഇത് സീരിയസ് ആയിട്ട് പറയണം. ഇതിന്റെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പക്ഷെ ഇനിയും കുറച്ച് പേഷ്യൻസ് വെയിറ്റിംഗ് അല്ലേ? അല്ല, ഈ കട്ടൻ ആരാ മാറ്റിട്ടെ? സിസ്റ്റർ ആണോ? അതിന് ഞാനിങ്ങോട്ട് വന്നില്ലല്ലോ. ഒന്ന് നോക്കി. മാഡം, സെയിം എമോ അല്ലേ സർ? ഡിറ്റോ. പക്ഷേ കഴുത്തിലെ കട്ട് മാത്രം തിരക്കിട്ട് ചെയ്തതാ. എന്നാൽ ആ തിരക്കിനിടയിലും ബ്ലൂ സർജിക്കൽ മാർക്കിടാൻ മറന്നിട്ടില്ല. മാഡം, അത് കറണ്ട് ട്രിപ്പായി പോയപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. DB പൊക്കി വെച്ചിട്ട് വന്നതായിരുന്നു.
ആ ടൈമിലാണ് അത് നടന്നത്. താനാരും വരുന്നോ പോകുന്നോ ഒന്നും കണ്ടില്ല? ഇല്ല, ഞാൻ പോയി ഉടനെ തിരിച്ചു വന്നു. എന്തായാലും പേരും അഡ്രസ്സും ഇവിടെ കൊടുത്തേക്കാം. ശരി സാർ. ഇത് ലോബിയില്ലേ സാർ? നെക്സ്റ്റ്. സിജോ സാർ, ക്ലിപ്പെല്ലാം സാറിൻ്റെ ഓഫീസിലെത്തിക്കും. സർ, സർ, അയാളുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ സർ? ബോൾഡായി കയറി വരുന്നു, തിരിച്ചിറങ്ങി പോന്നു. അതും പ്ലെയിൻ ഡേ ലൈറ്റിൽ. എന്തായാലും ഇപ്രാവശ്യം വിക്ടിമിനെ ബൊലേറോയിൽ കൊണ്ടുവരേണ്ടി വന്നില്ല. അശോകന്റെ റെസ്റ്റോറന്റിന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഇത് തന്നെയാണ്. So Osler, this is what it looks like. കഴുത്തിന് കീഴേ വലതുഭാഗത്തായി 6 സെന്റിമീറ്റർ നീളത്തിലുള്ള മുറിവ്. ഇറ്റ്സ് സോ പ്രിസൈസ് ആൻഡ് പ്രൊഫൗണ്ട് ദാറ്റ് ഇറ്റ് കട്ട് ദ കാരറ്റിഡ് ആർട്ടറി. തലകറക്കം വന്നുകൊണ്ടാണല്ലോ അശോകനെ ആശുപത്രി പ്രവേശിപ്പിച്ചത്. തലകറക്കം വരാനുണ്ടായ കാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോട് അറിയാൻ പറ്റുമോ? പറ്റും, പക്ഷേ സമയമെടുക്കും. വിൽ ഡു ഓൾ പോസിബിൾ കെമിക്കൽ ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റും. എൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി വിട്ടു കൊടുക്കാം. അന്ന് അശോക് സാറിനെ കാണാൻ വന്നതിൽ 5-ൽ 4 പേരുമായി. ഒരാൾ മാത്രം മിസ്സിംഗ് ആണ് സാർ. അതാരായിരുന്നു? ആ നമുക്കിവിടെ ഗീ സപ്ലൈ ചെയ്യുന്ന ആളാ സാറേ. അയാളെ വിളിച്ചപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞില്ലേ? അയാളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ ഇല്ല സാർ. ഈ കോവിഡിൻ്റെ സമയത്ത് അശോക് സാർ നേരിട്ട് ഏർപ്പാക്കിയതാണേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-1.5 വർഷം, അത് കൂടുതലായിട്ടില്ല സാർ. പിന്നെ അയാളുടെ ഗീ നല്ലതായിരുന്നു. അയാളങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാറൊന്നുമില്ല. ഈ ഫുൾ ടൈം മാസ്ക് ഒക്കെ വെച്ചാൽ നടക്കുന്നത്. പിന്നെ ഒരു കറുത്ത കോട്ടും ഉണ്ടാവും സാറേ. അയാളുടെ വാഹനം ഒരു ബൊലേറോ പിക്കപ്പ് അല്ലേ? ഒരു വെള്ള. അതെ സാർ, ഒരു വൈറ്റ് ബൊലേറോ പിക്കപ്പ്. അയാളുടെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ? ക്യാഷ്? അല്ല സാർ, നമ്മുടെ ഇതൊരു ചെയിൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. സോ പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. സാറ് പറഞ്ഞ ഈ അക്കൗണ്ട് ഒരു അജയ് സിയാർ എന്ന ആളുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 5 വർഷമായി അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്നാൽ ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതൊരു വിൽട്ടൺ ഹോട്ടലിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. എൻ്റെ മോനൊരു പാവമായിരുന്നു സാറേ. മുളകൊടി മല്ലിപ്പൊടിയുടെ ഹോൾസെയിൽ സപ്ലൈ ആയിരുന്നു അവന്. ചേച്ചി, അജേഷ് എങ്ങനെ മരിച്ചത്? ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. 2 വർഷമായിട്ട് മുമ്പ് പോയിട്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് അല്പം കൂടി ആധികാരികമായും ക്രിയാത്മകമായും വിശദീകരിക്കുന്നതിനായി ഗ്രീൻ എർത്ത് ഇനീഷ്യേറ്റീവിന്റെ നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ ശ്രീമതി വന്ദന ശ്രീവാസ്തവയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ റോബിൻ മുണ്ടത്തിക്കോടിനെ ഈ വേദിയിലേക്ക് സവിനയം സസന്തോഷം ക്ഷണിക്കുന്നു. Ladies and gentlemen, namaskaram. My greetings and hello to you all. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളെ, പുരുഷന്മാരെ, അനദർ ഡെഡ് എൻഡ് അല്ലേ സാർ? 2 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ട് അവർ ഉപയോഗിക്കായിരുന്നു.